ചെയ്ത് വെക്കാം. പിന്നെ എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടത്തെ വെഹിക്കിൽ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഓട്ടി നമ്മുടെ വണ്ടി സെൻസ് ചെയ്തിട്ട്.
ചെയ്യാം കേട്ടോ. അതായത് ഈ സൈഡിൽ താപ്പും ഈ സൈഡിൽ ചൂടുവാണെങ്കിൽ ആക്കാം. ഓ അങ്ങനെ ആക്കാം അല്ലേ, സെപ്പറേറ്റ് ആയിട്ട്. ഈ സൈഡിൽ ഇപ്പോൾ ജലദോഷമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആണല്ലോ അല്ലേ? സ്റ്റാർട്ടാണ്. നേരെ അതാണ് ഗിയർ നോബ് വരുന്നത്. സ്വിഫ്റ്റ് ഡ്രൈവ് വയർ എന്ന് പറയും അതിന്. മുകളിൽ തിരിച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ഡീലോട്ടുണ്ടാവും. ഇപ്പോൾ ഡ്രൈവ് ഡി ഒന്നൂറ് ഇപ്പോൾ ഡി ആയി. ഇപ്പോൾ ഡ്രൈവ് ആയി. താഴത്തോട്ട് ചോദിച്ചാൽ റിവേഴ്സ് ആവും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആവും. ഓക്കെ ഓക്കെ. എങ്ങനെ പ്രസ് ചെയ്താൽ? ഇവിടെ ബട്ടൺ കണ്ടോ, 20 അറ്റത്തിനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആവും. ഹാൻഡ് ബ്രേക്ക് ആയി വീലായിരിക്കും. ഓക്കെ. ഇത് 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട് നമുക്കിതിൽ. ഓക്കെ, എങ്ങനെ? എക്കോ, നോർമൽ, സ്പോർട്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എക്കോയിലായിരിക്കും, അല്ല നോർമലായിരിക്കും. താഴത്തോട്ട് ഒന്നുകൂടെ. ഓക്കെ, ഒന്ന് അറിയിച്ചു. ഓക്കെ. നോർമൽ സാധാരണ പോകുന്ന പോലെ ആയിരിക്കും. ഒക്കെ കുറച്ചുകൂടെ മൈലേജ് പറഞ്ഞിട്ട് 360 ക്യാമറ ഉണ്ട്. 3D ആണ് നമുക്ക് കാണുന്നത്. 3D. വാവ്, ആഹാ അടിപൊളി. മുഴുവനായിട്ടും 4 ക്യാമറ ഉണ്ടായിരിക്കാം. ഓക്കെ. ഡ്രൈവിംഗ് മോഡ് ഇപ്പോൾ എത്ര ഉണ്ട്? ഇതിപ്പോൾ നോർമൽ, സ്പോർട്ട് അങ്ങനെ വരാം. ഇതിപ്പോൾ നോർമലാണ്. സ്പോർട്ട് മോഡായി. സ്പോർട്ടായി. ഒന്ന് തിരിച്ചാൽ എക്കോയിലോട്ട് പോകും. അത് എക്കോയിലോട്ട് ചോദിക്കും. എന്തായാലും അതിൻ്റെ പവർ മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയൻ ചാർജിങ് വരുന്നുണ്ട് ഇതിൽ. ചാർജിങ് കൊണ്ട് കയറുന്ന സിസ്റ്റം. ഓ ഓക്കെ. ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ആക്സിഡന്റ് കാറെടുത്താൽ തന്നെ ചാർജിങ് കൊണ്ട്. അതിന് ഓരോ ലെവൽസ് ഉണ്ട്. ആ ലെവലാകുമ്പോൾ കുറച്ച് ഇപ്പോൾ 0-ലുള്ളത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഏറ്റവും മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഐപ്പൽ സിസ്റ്റം എന്ന് പറയും, വൺപെഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് കാർ എടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് ആയിട്ട് വരും. അപ്പോൾ റീജനറേറ്റ് ചെയ്യും. ബ്രേക്കിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. അതിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടെ സപ്പോർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ എക്കോ മോഡിലാണ്. ഇതാണ് എക്കോ മോഡ്. ശരിക്കും അത്യാവശ്യം നല്ല പവർ ഉണ്ടായിരിക്കും. അങ്ങനെ കാർ എടുത്താൽ മനസ്സിലാവും. ഏറ്റവും കുറഞ്ഞ മോഡാണ്. സ്പോർട്ട് ശരിക്കും ഭീകരമാണ്. ഇത് എക്കോ ആണോ അതോ സ്പോർട്ടാണോ? ഏറ്റവും കുറഞ്ഞ മോഡ് ആണല്ലേ? ചാർജ് ഇപ്പോൾ അങ്ങോട്ടാക്കിയായിരുന്നു, അതിൽ കാണിക്കും ചാർജ്. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ലെവലിലായിട്ടുള്ളത്, 0-ലാണുള്ളത്. ഇതിൽ 1, 2, 3 3 മോഡ്സ് ഉണ്ട്. ചാർജിങ്ങിലും കൂടെ. ഓ ഓക്കെ. ഈ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് മാക്സിമം ചാർജ് കിട്ടും. കമ്പനി പറയുന്ന റേഞ്ച് കിട്ടും. കമ്പനി ഇത് എത്ര പറയുന്നത്? ഇത് 2 ബാറ്ററി പാക്ക് ഉണ്ട് നമുക്ക്. അതായത് കുറഞ്ഞ ബാറ്ററി പാക്ക് ഉണ്ട്, കൂടിയ ബാറ്ററി പാക്ക് ഉണ്ട്. ടോപ്പിൽ പറയുന്നുണ്ടെങ്കിൽ 473 കിലോമീറ്റർ റേഞ്ച് കൂടി ചാർജ് കിട്ടും. 390 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എക്സലൻസ് എന്ന് പറഞ്ഞത് ഇത് ടോപ്പ് എൻഡ് ആണ്. എത്ര ഇതിൽ വേരിയന്റ് ഉണ്ട്? 5 വേരിയൻസ് ഉണ്ട്. ടോപ്പ് എൻഡ് അല്ല, ടോട്ടൽ 5 വേരിയൻസ് ഉണ്ട്. ബേസിലാണ് നമ്മൾ 3 സംതിങ് റേഞ്ച് ഇടണം അല്ലേ? ബേസിൽ 4 വേരിയൻസിൽ 4 വേരിയൻസിൽ ഈ റേഞ്ച് കിട്ടുള്ളൂ. 390 നല്ലത്. മിഡിൽ ഓപ്ഷനിലും ഫുൾ ഓപ്ഷനിലാണ് ഈ പറഞ്ഞ 473 പറഞ്ഞ റേഞ്ച് കിട്ടുക. ഓക്കെ ഓക്കെ. ഇതിൽ അഡാസും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചും കൂടി രസമാണ്. സ്റ്റിയറിംഗ് ഒന്നും ചെയ്യണ്ട. വേണമെന്നുണ്ടെങ്കിൽ ആ ബൈക്കിനെ സെൻസ് ചെയ്തിട്ട് നമുക്ക് പോകാം. കാര്യം കയറ്റിച്ച് വണ്ടി. ഓ ഗോഡ്. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക് നമ്മൾ ആ വണ്ടിയുടെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചവിട്ടും. അതിന്റെ ആവശ്യം വരില്ല ശരിക്കും. ഒരു ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രണ്ടിൽ ഏത് വെഹിക്കിളാണുള്ളത് സെൻസ് ചെയ്ത് ഇങ്ങനെ പോയിക്കോളും. ആണല്ലേ? ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് വെക്കാം. ഓട്ടോമാറ്റിക്കലി ആ സ്പീഡ് സെൻസ് ചെയ്തിട്ട് നമ്മളൊരു സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് 60 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 ഇങ്ങനെ പോയിക്കോളും. അടുത്ത വെഹിക്കിൾ 60 താഴെയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിന്റെ സ്പീഡിലേക്ക് നമ്മൾ പോവാം. ഓ അടിപൊളി. പിന്നെ ഒന്ന് ലൈൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കല്ല ഓട്ടോക്ക് ചെയ്ത് പോയിക്കോളും. സ്പീഡ് കയറിക്കോളും. സ്മൂത്ത് ആണല്ലോ അത്. ഇതിന് ശരിക്കും ഈ പവർ കിട്ടാൻ കാരണം ഇൻസ്റ്റന്റ് ടോർക്ക് എന്ന് പറയും. സാധാരണ നമ്മൾ ഡീസൽ വണ്ടികളിലൊക്കെ പവർ പറയുന്നുണ്ടെങ്കിൽ ഇത്ര RPM ഇത്ര പവർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 0 RPM കമ്പനി പറയുന്ന പവർ നമുക്ക് കിട്ടും. അതാണ് ചവിട്ടുമ്പോൾ തന്നെ വണ്ടി കയറി പോകുന്നത്. സ്പോർട്ട് മോഡ് ഇടാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. എക്കോ മോഡല്ലേ ഇത്? എക്കോ മോഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ് എങ്ങനെയായിരിക്കും? 0 to 100 എത്രയാ? 7 സെക്കൻഡ്. സോറി ഗൈസ്, സ്പോർട്സ് മോഡ് ഇടാനുള്ള അവസരം കിട്ടുന്നില്ല. ഇത് നമ്മൾ വെന്റിലേറ്റഡ് സീറ്റ് അല്ലേ? പോണാണോ? ഓക്കെ. വന്നു. ഓ, അത് ഭയങ്കര ഒരു ഫീച്ചറാണ്.
ലോങ് ഒക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും. അത് ശരിക്കും ഉപകാരപ്പെടും, ശരിക്കും മനസ്സിലാവും നമുക്ക് ഓടിക്കുമ്പോൾ. അതെ അതെ. ഉപയോഗം തോന്നുന്നുണ്ട്. ഒരു നമ്മുടെ അത്രയും സ്മൂത്താണ് വണ്ടി. അതാണ് വളരെ അനായാസമായിട്ട് അല്ലേ. എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ 44 ഉണ്ട്. 44 കാണുന്നുണ്ടല്ലോ. 44. ഓക്കെ ഓക്കെ ഓക്കെ. താഴെ റേഞ്ച് കാണിക്കുന്നത് 170 ഓടാണ്. ഇതിപ്പോൾ എക്കോയില് 170. ഓക്കെ. അത് നമുക്ക് ഇനിയും സേവ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ ഡ്രൈവർ ഓൺലി AC ആക്കാം. ഇനി ഡ്രൈവർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഓൺലി AC ആക്കാം. പിന്നെ പവർ റേഞ്ച് കൂടും. ഓക്കെ. അങ്ങനെ ഒരു ഈ ഫാൻ്റെ സ്പീഡ് ഡിസ്റ്റൻസ് ആയിട്ട് പിന്നെ ഇങ്ങനെ റേഞ്ച് ഇത് ചെയ്യും അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഓടിക്കുന്ന പോലെ മെയിനായിട്ട് EVന്റെ ചാർജിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവർ എങ്ങനെയാണോ ഓടിക്കുന്ന അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ. മോഡൊന്ന് മാറ്റി വെക്കാം. മോഡ് മാറ്റി നോക്കാം. നോർമൽ ആക്കുന്നുണ്ട്. ഇപ്പം നോർമൽ മോഡാണ്. നോർമലാണല്ലേ. അപ്പോൾ എക്കോന്റെ താഴെ ഒരു നോർമൽ മോഡും കൂടെ ഉണ്ടോ? എക്കോന്റെ മുകളിലാണ് നോർമൽ വരിക. ഓക്കെ ഓക്കെ. ഒരു മിനിമം ഒരു ഇത്ര ഒരു 6 ഫിക്സ്ഡ് പവറും മൈലേജും ഇതിലോട്ട് നമുക്ക് ഈ സ്പോട്ട് കുറച്ചും കൂടെ പവർ കുറച്ച് കൂടുതൽ എടുക്കും, റേഞ്ച് കുറയും. ഓക്കെ. ഇതിൽ കാണിക്കുമ്പോൾ 164 ഇതിലേക്ക് മാറ്റിയപ്പോൾ റേഞ്ച് 160. പിന്നെ ഇതിൽ വേറെ ഉണ്ട് നമുക്കിപ്പോൾ EVയിൽ കുറേ മാപ്പ് വരുന്നുണ്ട്. തൊട്ടടുത്ത് എവിടെയും ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് ഇത് കാണിച്ചു തരും. അതൊക്കെ ഉണ്ടല്ലേ. 4.5 കിലോമീറ്റർ അപ്പുറത്തെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ അടുത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ? നമ്മളെ തൊട്ടിനപ്പുറത്തെ താഴെപ്പാലത്താണ്. താഴെപ്പാലത്തുണ്ട്. ഓക്കെ. ഏത് പമ്പിലുള്ളത് പെട്രോൾ ചെയ്യുന്നത്. ഓക്കെ. റേഞ്ച് കാണിക്കട്ടെ. 164 കിലോമീറ്റർ AC ഇല്ലാതെ 176 അങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. ഇതിനിപ്പോൾ ഓൺ റോഡ് എത്ര വില വരുന്നുണ്ട്? ഏറ്റവും ടോപ്പ് തന്നെ 26,900 ഡിസ്കൗണ്ട് ചെയ്യാത്ത പ്രൈസ് വരും. എല്ലാം അടക്കട്ടോ ഓൺ റോഡ് പ്രൈസ്. ഓക്കെ. ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ടാക്സ് കൂടുക. അഡാസ് ഒന്നുകൂടെ പഠിക്കേണ്ട. കാരണം ഈ ലൈൻ നോക്കിയിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് പോയിക്കോളൂ അല്ലേ. ചെറിയ ടേണിങ്സ് ഒക്കെ വണ്ടി ഓട്ടോമാറ്റിക് എടുത്തോളൂ. അതിൽ നമ്മൾ പറയാതെ ഇനി ഹൈവേയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ വണ്ടി ഓൺ സൈഡിൽ കയറി പോകുമല്ലോ, ലൈൻ തെറ്റിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചു വരും. അതൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. പിന്നെ എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടത്തെ വെഹിക്കിൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഓട്ടി നമ്മുടെ വണ്ടി സെൻസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ഓട്ടും. നമ്മൾ ഉറങ്ങി പോയപ്പോൾ പോയിടിക്കില്ല, വണ്ടി ചവിട്ടി പോകും. ഇതൊക്കെ വളരെ ഉപകാരപ്പെട്ട സംഭവങ്ങളല്ലേ. അതും ഈ അഡാസിൽ തന്നെ ഓരോ ലെവൽസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2. ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ലെവൽ 2 വരെയാണ്. ഇത് ലെവൽ 2 അഡാസിൽ വെച്ചിട്ടുള്ള വണ്ടിയാണ്. അതിൽ വരുന്നതാണ് ഈ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയും. ഫ്രണ്ടത്തെ വെഹിക്കിൾ സെൻസ് ചെയ്തിട്ട് അഡാസിന്റെ കുറെ ഫീച്ചേഴ്സ് മറ്റേ ലെവൽസ് ആണ് അതല്ലേ. നമ്മൾ വെന്യൂ മുതലാണ് അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉണ്ടായത് വെന്യൂ ലെവൽ 1 വെന്യൂലുണ്ട്. വെന്യൂ, ക്രെറ്റ, വെർണ, അൽക്കസർ, ട്യൂസോൺ. ഇതിന്റെ ഒരു ബേസ് മോഡലിന്റെ പ്രൈസ് ഇപ്പോൾ എത്ര എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 20 ലാഖാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബേസിന്. അതിപ്പോൾ 390 സംതിങ് വരുന്ന റേഞ്ച് വരുന്നത്. ഓക്കെ. ബ്ലൈൻഡ് സ്പോട്ട് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ. അത് വെഹിക്കിളിൽ തന്നെ വെഹിക്കിളിന്റെ വാണിംഗ് കിട്ടും നമുക്ക്. ഇന്ത്യക്കാരുടെ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വാണിംഗ് അടിച്ചുകൊണ്ടിരിക്കും ഉണ്ടല്ലേ. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ബാക്കിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കും, സൈറിന് അടിക്കും, കാണിക്കും. ഒരു മുളക്കം മാത്രമേ ഉള്ളൂ. ഈ വിറ്റ സൗണ്ട് ഉണ്ട് ഇതില്. പുറമെ നിൽക്കുന്നവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. സ്പീക്കർ വെച്ചുള്ള സിസ്റ്റം ആണ്. അങ്ങനെ സിസ്റ്റം ഉണ്ട്. ഈ ടോപ്പിൽ മാത്രമേ ഫീച്ചറുള്ളൂ. ഓക്കെ. വിർച്വൽ എഞ്ചിൻ സൗണ്ട് എന്ന് പറയും. ഞാൻ ആ പാൽ ഇറങ്ങിയിട്ട് ആഡാസിൽ ഒന്ന് കാണിച്ചു തരാം. കാരണം ആഡാസിനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ശരിക്കും ലൈൻസ് സെൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. 2 ലൈനും ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ 2 ലൈൻ വണ്ടികൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചില നെഗറ്റീവ്സ് ഉണ്ട്. സോ പാലത്തിന് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് റിലാക്സ് ചെയ്ത് ഒന്ന് വണ്ടി പിടിക്കാൻ പറ്റും. ശരിക്കും ആഡാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവറെ ശ്രദ്ധക്കുറവുകൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന ആഡാസ് ഉപയോഗിക്കുന്നത്. നമ്മൾ റിവേഴ്സ് അടിച്ച് പോകുമ്പോഴൊക്കെ ബാക്കിൽ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ വണ്ടി ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് പിക്ക് ചെയ്യും. പിന്നെ കാണിച്ചിരും ഏത് സൈഡിൽ നിന്നാണ് വണ്ടി വരുന്നതെന്നൊക്കെ ആരോട്ടിൽ കാണിച്ചു തരും അല്ലേ. ഇപ്പം 2 മതിൽക്കെട്ടിനുള്ളിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഇല്ല, അത് ഇതിൽ വരുന്നില്ല.
സസ്പെൻസ് ആണ് നമുക്ക് കയറി പോകുന്നുള്ളൂ. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ നോർമൽ മോഡലല്ലേ ഇത്? സ്പോട്ടാക്കി വെക്കണം. ആക്കി നോക്കാം. എന്റെ പൊന്നു, ഭയങ്കര ക്വിക്കാണ്, ഭയങ്കര ക്വിക്കാണ്. അതിനനുസരിച്ചുള്ള റോഡില്ല, അതാണ് പ്രശ്നം. അതെ അതെ ശരിക്കും റോഡിലെ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാറില്ല സാധാരണ, കുറച്ച് ഒഴിഞ്ഞ റോഡാണ് ആയതുകൊണ്ട്. ഈവനിങ് കൂടെ ആണല്ലോ, റഷ് ഉണ്ട്. ഇങ്ങനെ മോഡ് മാറ്റുമ്പോൾ ക്ലസ്റ്റർ മൊത്തത്തിൽ മാറും. ഇതിപ്പോ റെഡായി. അപ്പൊ അഡാസ് എങ്ങനെയായിരുന്നു? ഇതിൽ ശരിക്കും ആ പാലത്തിൽ നിന്ന് കുറച്ച് ബെറ്റർ. അത് ഇവിടെ വണ്ടികളൊന്നും ഉണ്ടാവില്ല റോഡ് സൈഡിലോ. ക്രൂസ് കൺട്രോൾ നോക്കണം, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഓക്കെ, അത് ശരിക്കും അത് 30 സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന് 30-ലാണോ പോണേ? അപ്പോൾ 60 ആക്കിയിട്ടുണ്ട്. ഈ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടോ. ഓക്കെ, ഫ്രണ്ട് തന്നെ സെൻസ് ചെയ്താൽ പോകുന്നത്. ഓ റോഡിൻ്റെ കൂടി അല്ലേ ഈ ബൈക്കിനെ വാങ്ങി കൊടുക്കും. ഇനി അതിന് അവിടെ നിന്ന് ഓട്ടോൻ്റെ വണ്ടി ബ്രേക്ക് ഓട്ടി കൊടുക്കും. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ബ്രേക്ക് അവിടെ ബ്രേക്ക് ചെയ്യരുത്, വണ്ടി സ്ലോ ആവും. അപ്പോൾ ഇതിനെ സെൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളെ സ്പീഡ് ലിമിറ്റ് 60 ആണ്. 60ക്ക് താഴെയാണ് ഫ്രണ്ട് വെഹിക്കിൾ എന്നുണ്ടെങ്കിൽ ആ സ്പീഡിൽ നമ്മൾ എത്തും. ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകും. തൊട്ടടുത്തായി ഒന്നുകൂടെ അടുത്തുനിന്ന് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങും. ഇനിയിപ്പോ ആ 60 എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. ഇനിയിപ്പോ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യും. സ്പീഡ് അനുസരിച്ചിട്ടാണ് ആ ഡെപ്ത് മനസ്സിലാക്കുന്നത്. 2 സെൻസർ ഉണ്ട് ഇതിന്. ഇതാണ് ക്യാമറ വരുന്നത്, അടിയിൽ റഡാറും കൂടെ വരുന്നുണ്ട്. സെൻസർ ചാൻസ് ഉണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രാക്ടിക്കൽ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഓട്ടോമാറ്റിക് ബ്രേക്കിലേക്ക് പോവാ കാല്. സീനൊന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് ആദ്യം കയറി വണ്ടി ഓടിക്കാം. പക്ഷേ നിർത്തില്ല, കറക്റ്റ് ഫീൽ മനസ്സിലാവും. അവർ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ എടുക്കും. അതുപോലെ എടുക്കും. ഓട്ടോ സ്റ്റോപ്പ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആൻഡ് ഗോ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓട്ടോ സെൻസ് ചെയ്തു. ആ ലൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ അതിനെ ഓട്ടോ ചെയ്തു. ഓക്കെ ഓക്കെ, ഓ അടിപൊളി ഫീച്ചർ ആണല്ലോ. ഇനി ആ ടേണിങ് കഴിഞ്ഞാൽ അടച്ചിലെ ലൈൻ കീപ്പിംഗ് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് അതിന്റെ സെന്റർ കൂടെ ഇങ്ങനെ പോയിക്കോളും. ഓ ബസ്സാണ് അങ്ങനെ വരുന്നൊന്നും അറിയായിരിക്കൂലേ? കാണിക്കുന്നുണ്ട് ഫ്രണ്ട് വെഹിക്കിളിന്റെ ഡിസ്റ്റൻസ്. പടാസാണോ? ഒരു ഗ്രീൻ ലൈൻ വരും, അഞ്ഞ് കയർത്തു എടുത്തു. ഇനി ഒന്ന് ചെയ്യാം, ഒന്ന് ചേർത്തിട്ട് പിടിക്കരുതിട്ട് കൈ. ഓ ഗോഡ് ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ഗോഡ്, ശരിക്കും ഈ ലൈൻ സെൻസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാം. ഇതിൽ സെന്റർ കൂടെ എങ്ങനെ പോയിക്കോളും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ട, ബൈക്ക് ഉപയോഗിക്കേണ്ട, ഒന്നും യൂസ് ചെയ്യില്ല ഞാൻ. ഗൈസ്, ഞാനിത് എങ്ങനെയാണ് നിൽക്കണേ? ഫ്രണ്ടിൽ വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെൻസ് ചെയ്ത് പോയിക്കോളും. ലൈൻസ് ഉണ്ടെങ്കിൽ ലൈന് സെൻസ് ചെയ്ത് പോയിക്കോളും. എങ്ങനെയല്ലേ എന്റെ കാല് ബ്രേക്കിലേക്ക് പോകുന്നു. ഇവിടുന്ന് ആ ലൈൻ അസിസ്റ്റ് കട്ടാവും, കാരണം ലൈൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ മുന്നിലുള്ള വണ്ടീനെ അത് എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സൈഡിലേക്ക് പോകുന്നുണ്ടോ? ഇതിന് സെൻസ് ചെയ്താൽ പോകുന്നത്. ഇവിടെ ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ലൈൻ ഇവിടെ സ്റ്റാർട്ട് ആവും. ഓക്കെ, ലൈൻ കീപ്പിംഗ് വർക്ക് ചെയ്യുന്നത് 2 ലൈൻ സെൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ക്രൂസ് കൺട്രോൾ എപ്പോഴും വർക്ക് ചെയ്യും, അത് വർക്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അടിപൊളി. ബ്രേക്ക് ചെയ്തു. യെസ്, ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചാർജിങ് കയറുകയും ചെയ്യും കേട്ടോ. അത് കൈ വാണിംഗ് ആണ്, പിടിച്ചാൽ എങ്ങനെയാണ് ശരിക്കും കൈ എടുക്കാൻ പാടില്ല, ഉറങ്ങി പോകുമല്ലോ അങ്ങനെയാണെന്നെങ്കിൽ. ഓ അങ്ങനെ. അപ്പോൾ 10 സെക്കൻഡ് കൂടുതൽ കൈ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ അതൊരു വാണിംഗ് തരും, പിന്നെ സൈറൻ അടിച്ചോണ്ടിരിക്കും. ഓ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ മതി, ഇട്ടാൽ മതി. അപ്പം ആ പണി പിന്നെ പോകും, പിന്നെ 10 സെക്കൻഡ് അങ്ങനെ മെയിൻ ചെയ്തു. ഓക്കെ,
അടിപൊളി ഫീച്ചർ. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സാധനം കേട്ടോ. നല്ല ഫീച്ചർ. കാരണം ഇപ്പോൾ അധികം 610 വരില്ല, ഹൈവേ ഒക്കെ വരില്ല. അതൊക്കെ ആ പാതയിലൊക്കെ സെറ്റായിരിക്കും, സുഖമായിട്ട് ഉപയോഗിക്കാം. ഡ്രൈവറിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതെ. അയ്യോ, അപ്പോൾ ഡ്രൈവർമാരൊക്കെ മടിയന്മാരായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഫീച്ചറാണിത്, മടിയന്മാരാക്കാനുള്ള ഫീച്ചറാണിത്. ഇതിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കട്ടായിട്ടുണ്ട്. ആ ഗ്രീൻ ലൈന് പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്കൊന്നും ചോട്ടില്ല കേട്ടോ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ ബ്രേക്ക് ഔട്ട് ഉണ്ടോ? ആ ഓക്കെ. അയ്യോ ബസ് ഈ ഓട്ടം സെൻസ് ചെയ്യും. ഓക്കെ. ആ ബസ് വരുന്നുണ്ടപ്പോഴേ ഞാൻ മാക്സിമം ചവിട്ടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കാർ അങ്ങോട്ട് പോവാണ്. നമുക്ക് തിരിക്കാനായല്ലോ. കാറിൻ്റെ ബാലയുടെ ബാക്കിൽ